മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യം. ഇവൻ മറിയത്തിന്റെ മകനും യാക്കോബ്, യോസെ, യൂദാ, ശെമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി. അനേകരിൽ നമ്മൾ ഇടറാറുണ്ട്. ദൈവം നമ്മളെ ഇടം വലം ഉയർത്തി നിർത്തിയിട്ടും നമ്മൾ ചിലരെയൊക്കെ ഒതുക്കി നിർത്തും, കെട്ടി നിർത്തും, പൂട്ടി നിർത്തും, ഒതുക്കി നിർത്തും, താഴ്ത്തി നിർത്തും, പാതാളത്തിൽ പൂട്ടിയിടും. ഇവൻ മറിയത്തിന്റെ മകനല്ലേ? യാക്കോബ്, യോസെ, യൂദാ, ശെമയോൻ എന്നിവരുടെ സഹോദരനായ വെറും ഒരു മരപ്പണിക്കാരനല്ലേ? ഒരുവനെ മരപ്പണിക്കാരനാന്ന് പറഞ്ഞ് മരണത്തിലേക്ക് തള്ളിയിടാൻ നമുക്ക് പറ്റും. ഒരാളെ താഴ്ന്ന ജാതി എന്ന് പറഞ്ഞ് ശരണക്കെടിലേക്ക് തള്ളിയിടാൻ നമുക്ക് പറ്റും. അവിടെ എല്ലാം ദൈവം മരിക്കുന്നുണ്ട്. ഇവൻ മരപ്പണിക്കാരനല്ലേ എന്ന് പറഞ്ഞ് അവനെ ഒതുക്കി പൂട്ടി താഴ്ത്തിയപ്പം സത്യത്തിൽ ദൈവം മരിച്ചു തുടങ്ങി. മറിയത്തിന്റെ മകനല്ലേ? ഇവനിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാനാ? ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെ ചാടിയാൽ ചട്ടിയോളം. ഇതിൽ കൂടുതൽ നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ദൈവം നമ്മെ അങ്ങ് ഏറ്റവും വലിയ പ്രതീക്ഷയോടെ നോക്കുമ്പോഴും നാം ചുറ്റുപാട് പ്രതീക്ഷയോടെ നോക്കാതിരിക്കുമ്പോൾ, ഓരോരുത്തരെയും ലിമിറ്റഡ് ആയി കാണുമ്പോൾ, ഓരോരുത്തരെയും വളരെ ലിമിറ്റഡ് ബീയിങ് ആയി, സത്തയായി കാണുമ്പം, ഇതിൽ കൂടുതൽ നീ ഉയരില്ല, നീ വളരില്ല എന്ന് ഞാൻ എന്റെ മനസ്സുകൊണ്ട് നിരൂപിക്കുമ്പം, അന്ന് ഈശോയെ കളിയാക്കി പരിഹസിച്ച യഹൂദരുടെ സ്ഥാനത്താണ് ഞാൻ. നീ ഒരു മരപ്പണിക്കാരനല്ലേ? ഈ ചോദ്യം അറിഞ്ഞോ അറിയാതെ അനേകരോട് നമ്മൾ ചോദിക്കുന്നുണ്ട്. കർത്താവിന്റെ കരുണയിൽ ഇത്തരം ചോദ്യങ്ങളിൽ നിന്ന് പിന്മാറാനും അഭിഷേകത്തോടെ മിണ്ടാനും നിസാരരായ നമ്മളെ കർത്താവ് ഒരുക്കട്ടെ.